अस्मदाचार्यपर्यन्ता शिष्यसङ्घानिदां शुभां गुरुचैतन्यपदाबुजां दिव्यां चैतन्य पुनः भावबन्धमुडु सत्यरूपना देवनि महिमयान कोविले पावन प्रभैर्विलकिता सावधानमडियन् കൊഴുതിനേ. ഗുരുനാമത്തിൽ സ്വാഗതവും നമസ്കാരവും അർപ്പിക്കുന്നു. വിശ്വരാജ് മഠത്തിൽ കഴിഞ്ഞ വർഷം മഠത്തിൻ്റെ കാര്യദർശിയായി സേവനം ചെയ്യാൻ വേണ്ടി ശിവഗിരി മഠം അവസരം നൽകിയ സമയത്ത് മനസ്സിലാദ്യമായി ഉദിച്ച ഒരു സങ്കല്പമാണ് പ്രതിഷ്ഠ വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി, പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകളുടെ ഭാഗമായി എല്ലാ വർഷവും ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു കൃതിയെ വിചാരം ചെയ്യുന്ന ഒരു വിചാര സദസ്സ് കൂടി അനുബന്ധമായി സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഗുരുവിൻ്റെ പ്രൗഢഗംഭീരമായ കൃതിയായ ദർശനമാലയെക്കുറിച്ച് ഒരു വിചാര സദസ്സ് സംഘടിപ്പിക്കുകയാണ്. ഈ വർഷം പ്രതിഷ്ഠാവേള ആഗതമായ സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായിരിക്കുന്ന ഗുരുവിൻ്റെ മൗലികമായ ദർശനം, അതേപോലെ ആ ദർശനത്തിന് ഉതകുന്ന രീതിയിൽ സ്വന്തം ജീവിതത്തെയും സാമാജികമായ ജീവിതത്തെയും കെട്ടിപ്പടുക്കാൻ ആവശ്യമായ ആചാര അനുഷ്ഠാന നിർദ്ദേശങ്ങളടങ്ങിയ മഹനീയമായ ഗ്രന്ഥം ശ്രീനാരായണ ധർമ്മ. ആ കൃതിയെ വിചാരം ചെയ്യുന്ന ഒരു സദസ്സ് കൂടി പ്രതിഷ്ഠാ വാർഷിക സമ്മേളനത്തിന് അനുബന്ധമായി ഉണ്ടാകണമെന്നൊരു സങ്കല്പമുണ്ടായി. ആ സങ്കല്പം സുഹൃത്തുക്കളുമായി സജ്ജനങ്ങളുമായി പങ്കുവച്ചു. അതിന്ന് യാഥാർത്ഥ്യമായി തീർന്നു എന്നതിൽ ഏറെ ധന്യത അനുഭവപ്പെടുന്നു. ഈ മഹനീയ സമ്മേളനത്തെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ വ്യക്തിത്വങ്ങളാണ്. ഇതം പ്രഥമമായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ സംസ്ഥാപനം ചെയ്യപ്പെട്ട ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘത്തിലെ വളരെ സീനിയറായിരിക്കുന്ന ഏറ്റവും ആദരവുള്ള ശിവഗിരി മഠത്തിൻ്റെ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ട്രഷറർ എന്ന സുപ്രധാന പദവി നിർവഹിക്കുന്ന ശ്രീമദ് ശാരദാനന്ദ സ്വാമികളാണ്. ശാരദാനന്ദ സ്വാമികൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് ധർമ്മസംഘം ട്രസ്റ്റ് വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. പ്രസ്തുത പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഭാരതീയ പ്രധാനമന്ത്രി വരികയും ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ വർത്തമാനകാല പ്രസക്തിയെയും പ്രാധാന്യത്തെയും കുറിച്ച് പറയുകയും ചെയ്തു. ആ ഒരു പരിപാടി വളരെയധികം ജനശ്രദ്ധ സാമൂഹ്യ മാധ്യമങ്ങളിലെ മറ്റും നേടുകയുണ്ട്. ആ പരിപാടിയെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ, അതിൻ്റെ കാര്യപരിപാടികളെ ജനശ്രദ്ധയിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്ത മുഖ്യ പങ്ക് വഹിച്ച സമാരാധനായ സന്യാസി വര്യനാണ് ശാരദാനന്ദ സ്വാമികൾ. ശാരദാനന്ദ സ്വാമികളെ കുറിച്ച് ഏത് വിശേഷണം ചേർത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നാൽ അത് കേവലം ആലങ്കാരികവും ഔപചാരികയും മാത്രമായി തീരും. നമ്മുടെ ചെറിയ കൂട്ടായ്മയായ സ്മൈൽ സാധന, സ്മൈൽ കൂട്ടായ്മ, ഈ കൂട്ടായ്മയുടെ സങ്കല്പം ഉദിക്കുന്നത് സ്വാമികളുടെ ഹൃദയത്തിൽ നിന്നുമാണ്. ആ സങ്കല്പം സ്വാമിയുടെ മനസ്സിൽ ജനിക്കുകയും
ഇന്ന് കേരളത്തിൽ വളരെ ശ്രദ്ധേയമായ നിരവധി ധർമ്മപ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് സ്മൈൽ കൂട്ടായ്മ. ഇതിനകം നിരവധി ശ്രദ്ധേയമായ കായിക പരിപാടികളെ സ്മൈൽ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഉദ്ഭവം നിധാനം എന്ന് പറയുന്നത് ശ്രീമദ് ശാരദാനന്ദ സ്വാമിയാണ്. സ്വാമിയുടെ അറിവിൻ്റെ മുമ്പിൽ ഗുരുവിൻ്റെ ദർശനത്തെ ഭാഷാപരമായും ദാർശനികമായും വർത്തമാനകാല സിദ്ധാന്തങ്ങളുമായി ചേർത്ത് സമന്വയിച്ച് വിചാരം ചെയ്യുന്നതിൽ ഉള്ള ആഴവും പരപ്പും നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ കടക്കാതെ നമ്മുടെ ഈ ധന്യമായ ധർമ്മോത്സവത്തെയും ധർമ്മസംഘത്തിൻ്റെ ശാഖാപരമായ വിശ്വരാജ് മഠത്തിൻ്റെ പ്രതിഷ്ഠാ വാർഷിക സമ്മേളനങ്ങളെയും ഉദ്ഘാടനം ചെയ്ത് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുവാൻ കൂടി വന്നു ചേർന്നിരിക്കുന്ന ആത്മസഹോദരൻ ബഹുമാനപ്പെട്ട ഗുരുതുല്യം വർദ്ധിക്കുന്ന സ്വാമിജിക്ക് ഹാർദമായ സ്വാഗതം ഔപചാരികമായിട്ട് അർപ്പിക്കുകയാണ്. അതുപോലെ വേദിയെ ധന്യമാക്കുന്ന അഭിവന്ദ്യ മാതാജി സ്വാമിനെ വിഷ്ണുപ്രിയാനന്ദ മാതാജി അവരുടെയിലേറെ സ്നേഹബഹുമാനത്തെ പരിസരം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂടെ മാതൃഭാവത്തോടു കൂടി ഇരുന്ന് നമ്മുടെ എല്ലാ പരിപാടികളിലും ആ പരിപാടിയെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി സമർപ്പണ ഭാവത്തോടു കൂടി ശാരീരികവും മാനസികവുമായി ധനപരവുമായുള്ള സമർപ്പണ ഭാവത്തോടു കൂടി സദാ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഇന്ദിരാമയ്ക്ക് സ്വാഗതം അർപ്പിക്കുന്നു. സ്മൈൽ ട്രസ്റ്റിൻ്റെ മുഖ്യ ചുമതല വഹിച്ച് ഇതിനെ ചലിപ്പിക്കുന്നതിൽ പ്രധാനിയായ ശ്രീ അനീഷ് ആദ്യ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രതിഷ്ഠാ വാർഷിക സമ്മേളനത്തിന് ഇവിടെ അടുത്തു നിന്ന് വയലാറിൽ നിന്നും മറ്റും ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മൈൽ സാധനയുടെ ഭാഗമായി കോട്ടയം, ഇടുക്കി, ഇരിങ്ങാലക്കുട പല ഭാഗങ്ങളിൽ നിന്നും സാധന എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് ശേഷം ഗുരുവിൻ്റെ കൃതികളെ കോർത്തിണക്കിക്കൊണ്ട് സ്മൈൽ ദർശനിലെ നർത്തകർ അവതരിപ്പിക്കുന്ന മനോഹരമായ അക്ഷര നടനം എന്ന് പറയുന്ന ഒരു നൃത്തശില്പമാണ്. അത് അവതരിപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബെൻസാൽ സാർ, ധന്യ ടീച്ചർ തുടങ്ങിയ എല്ലാ സജ്ജനങ്ങളെയും ഹാർദമായി ഈ പ്രതിഷ്ഠാ വാർഷിക സമ്മേളനത്തിലേക്കും ശ്രീനാരായണ ധർമ്മോത്സവത്തിലേക്കും. ആരാണെന്നുള്ള പാർവതി ദേവിയുടെ ചോദ്യത്തിന് ശിവഭഗവാൻ നൽകുന്ന മറുപടിയാണ് ഗുരുഗീത. ആ ഗുരുഗീതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഗുരുധ്യാനം. ആ ഗുരുധ്യാനത്തിന്റെ നൃത്താവിഷ്കാരം നമുക്കൊന്ന് ദർശിച്ചാലോ? രംഗത്ത് ലക്ഷ്മിനന്ദ, വൈകനന്ദ, വൈകാശിനു, ഐശ്വര്യ. ഒരു കുഞ്ഞു വിഭാഗമാണ് കുട്ടിസാഗരയുടെ കൂട്ടായ്മയായ സ്മൈൽ ദർശൻ. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 6:30 വരെ പ്രാർത്ഥിച്ചും ജപിച്ചും പഠിച്ചും ഹവനം ചെയ്തും പുഷ്പാഞ്ജലി അർപ്പിച്ചും കുട്ടിസാലകൾ ഒത്തുകൂടുന്നു. വിവിധങ്ങളായ കർമ്മ പദ്ധതികളിലൂടെ കുഞ്ഞു രീതിയിൽ ധർമ്മ പ്രചാരണം നടത്തുന്നു. ഗുരുമുരി പഠന ക്ലാസ്സും ഞങ്ങൾക്ക് ഗുരുമാർഗത്തിലേക്കുള്ള ഒരു വഴിയാണ്. ശിവഗിരി മഠത്തിന്റെ ശാഖാമഠമായ വിശ്വരാജ് മഠത്തിന്റെ വാർഷികാഘോഷത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ ധർമ്മോത്സവ പരിപാടിയിൽ സ്മൈൽ ദർശന് അക്ഷരനടനം എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ ഒരവസരം നൽകിയ വിശ്വരാജ് മഠത്തിന്റെ സെക്രട്ടറി കൂടിയായ ശ്രീമദ് പ്രബോധ ദുർഗ സ്വാമിജിക്കും ശാരദാനന്ദ സ്വാമിജിക്കും ശിവഗിരി മഠത്തിനും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മഹാഗുരു അവിടുത്തെ കാലത്തെ മാറ്റിയെഴുതിയ നവീന യുഗത്തെ സംസ്ഥാപനം ചെയ്തത് വിവിധങ്ങളായ കർമ്മ പദ്ധതികളിലൂടെയായിരുന്നു. പണ്ഡിതന്മാരെയും ഇരുത്തി
നേരാൻ വഴി നടത്തിയ അർത്ഥഗംഭീരമായ ചില മൊഴികളിലൂടെ, കുടി പള്ളിക്കുടങ്ങളിലൂടെ, ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ, വിവിധ സഭകളിലൂടെ, ശിഷ്യന്മാരിലൂടെ, ശ്രേഷ്ഠമായ കൃതികളിലൂടെ, സരസ്വതി ക്ഷേത്രങ്ങളിലൂടെ, കൽപ്പനകളിലൂടെ, സതീർത്ഥിയിലൂടെ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വിവിധങ്ങളായ കർമ്മ പദ്ധതികളിലൂടെ അവിടുന്ന് സാത്വിക സമത്വ ഭാവനയെ സംസ്ഥാപനം ചെയ്തു. ഒരു ജന്മം മുഴുവൻ പഠിച്ചു തീരാത്ത അത്ര വലിയൊരു സർവകലാശാലയായി അവിടുന്ന് വിരാജിക്കുന്നു. ുള്ളിൽ തൃപാദങ്ങളുടെ അഗാധ വേദാന്ത പരിപൂർണത പ്രജ്വലിക്കുന്ന വാഗ്വിലാസ സരണിയിലെ ഏതാനും ചില അനർഘരത്നങ്ങളുടെ ശോഭയിൽ അമരുവാനുള്ള ഒരേ ശ്രമമാണ് സ്മൈൽ ദർശൻ ഇവിടെ നടത്തുന്നത്. ഗുരുദേവ കൃതികളിലൂടെ ഒരു സഞ്ചാരം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ശ്രദ്ധയും ഈ കുഞ്ഞുമക്കളിൽ ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ ഗുരുഭക്തിയിൽ സ്വയം അർപ്പിച്ചുകൊണ്ട് സ്മൈൽ ദർശൻ കുട്ടിസാധന സമർപ്പിക്കുന്നു. മഹാഗുരുവിന്റെ അക്ഷരം നടന്ന് അങ്കപ്പോ നാം നാളെ കാലേ വരെ കവലപ്പെട വേണ്ട. ഭഗവാൻ ഇത് മൊഴിഞ്ഞത് മറ്റാരോടുമല്ല, കോട്ടാർ നിവാസികളോടാണ്. നാഗർകോവിൽ നിന്ന് കന്യാകുമാരിക്ക് പോകുമ്പോൾ ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞാൽ കോട്ടാറായി. മഹാലിംഗ സ്വാമികളുടെ സമാധി സ്ഥലം. ഹീനമായ ആചാരങ്ങളെ അനുഷ്ഠിച്ച ഒരു ജനതയെ സ്വാത്വികതയിലേക്ക് നടത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കരിങ്കല്ലിൽ കൊത്തിയ ഒരു വിനായക വിഗ്രഹത്തെ 1921 ജനുവരി 23 പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു വാർണപ്പള്ളിയിൽ വെച്ച് രചിച്ചതായും അതുപോലെ തന്നെ കോട്ടാർ കോവിൽ വെച്ച് രചിച്ചതായും ഒക്കെ പറയപ്പെടുന്ന ഒരു കൃതിയുണ്ട്. ഏതാണ്? വിനായകാഷ്ടകം. വിനകളെ ഒഴിച്ച് അഭീഷ്ടങ്ങളെ നൽകുന്ന ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന അർത്ഥത്തിൽ ഭജേമിഷ്ടദന്തം എന്ന പദം ആവർത്തിച്ചു വരുന്ന കൃതി. കോട്ടാർ കോവിലിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ച പോലെ തന്നെ തമിഴ്നാട്ടിലെ ഈറോഡിൽ ഭവാനി എന്ന സ്ഥലത്തും ഒരു ഗണപതി പ്രതിഷ്ഠ നടത്തിയതായി ചരിത്രരേഖകളിൽ പറയപ്പെടുന്നുണ്ട്. 2 വിനായക പ്രതിഷ്ഠകൾ നടന്നെങ്കിലും വിനായക സ്തോത്രം അതൊന്നു മാത്രം, വിനായകാഷ്ടകം തന്നെ. സകല പ്രതിഭാസങ്ങളും വിനായകനാണ്. വേദത്തിന്റെ കരുവായി വിലസുന്ന വിനായകനെ സ്തുതിച്ചുകൊണ്ട് ഇനിയൊരു നടനം കണ്ടാലോ? അതിനായി തസ്മേനും തന്മേനും ക്ഷമിച്ചു കൊള്ളുന്നു.
ഈ ദിവ്യകൃതിയെ കേട്ടാലോ? ആലാപനത്തിനായി ഐശ്വര്യ ക്ഷണിച്ചു. ചിദംബരം തമിഴ്നാട്ടിലെ ഒരു പുണ്യ നഗരമാണ്. മറ്റുള്ള ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലിംഗരൂപമല്ലാത്ത ശിവനെ ആരാധിക്കുന്ന പുണ്യസ്ഥാനം. ചിത്ത എന്നാൽ അറിവ്, അമ്പരം എന്നാൽ ആകാശം, ചിദംബരം എന്നാൽ അറിവാകുന്ന ആകാശം, ചിതാകാശം. ചിദംബരത്തെയും ലിംഗത്തെയും ഒന്നായി ദർശിക്കുന്ന ഭാവനാ വൈശിഷ്ട്യത്തോടെ മഹാഗുരു നമുക്ക് നൽകിയ ശ്രേഷ്ഠമായ കൃതിയാണ് ചിദംബരാഷ്ടകം. സ്വന്തം അറിവാകുന്ന ചിദംബരത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന ജ്യോതിർലിംഗ രൂപനെ കണ്ടെത്താൻ പഠിപ്പിക്കുന്ന ചിദംബരാഷ്ടകം എന്ന ശ്രേഷ്ഠമായ കൃതിയിലൂടെ നമുക്കൊന്ന് കടന്നുപോയാലോ? രംഗത്ത് ആർച്ച സുനിൽ, അനക പ്രമോദ്, ഐശ്വര്യ, ലക്ഷ്മി നന്ദന, വൈകനന്ദ, വൈകാശനി.
ഗുരുദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരം ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. തൃപ്പാദവ്യം 1855 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ പഴവാഴം വീട്ടിൽ ആടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ചതയം നക്ഷത്രത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തിരുവവതാരം ചെയ്തു. ആ തിരുവവതാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കുഞ്ഞ് ജനിച്ചപ്പോൾ കരഞ്ഞില്ല. ജാതി നശീകരണമായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അവതാര ലക്ഷ്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ അന്ന സന്ദേശം ലോകത്തിനാകമാനം പ്രത്യാശ വരുത്തി. ഗുരു ഒത്തിരി സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജാതി പറയരുത്, ജാതി ചോദിക്കരുത്, ജാതി ചിന്തിക്കരുത്, മദ്യം വിഷമാണ്, ഉണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത്. ഈ 2 സന്ദേശങ്ങളാണ് ഗുരു അരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് അത്ര പേർ പാലിക്കുന്നുണ്ട്. ഗുരു നമുക്കായി 64ഓളം കൃതികൾ രചിച്ചു തന്നിട്ടുണ്ട്. ഗുരുദേവനെ അറിയുവാൻ ഗുരു നൽകിയിട്ടുള്ള കൃതികളും ഗുരുവിന്റെ ശിഷ്യന്മാരെ കുറിച്ചും പഠിക്കണം. ഗുരുവിന്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ ഗുരുവും ശിവനും ഒന്നാണെന്ന് കണ്ടുകൊണ്ട് ഗുരുശകം രചിച്ചിട്ടുണ്ട്. എന്താണ് ഗുരുശകം? ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശുദ്ധാനാം ശുദ്ധി ഏകവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇങ്ങനെയാണ് ഗുരുശകം തുടങ്ങുന്നത്. ഓം നമഃ ശിവായ എന്ന മന്ത്രത്തിന്റെ ഓരോ അക്ഷരങ്ങളെടുത്താണ് ഗുരുശകത്തിന്റെ ഓരോ വരികളും തുടങ്ങുന്നത്. ഗുരുവിന്റെ മറ്റൊരു ശിഷ്യനായ കുമാരനാശാൻ ഗുരുസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നു. ആരായുകിലന്ത് തമുരിച്ചാതി മകസി നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ഗുരുവാണ് എന്റെ പരമദൈവമെന്ന് കുമാരനാശാൻ ഗുരുസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നു. കുമാരനാശാന്റെ മറ്റൊരു കൃതിയായ കുമാരനാശാന്റെ ഭക്തവിലാപം അണകവിയും മഴയാഴിയാളുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരനേകി അണഞ്ഞടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ. കുമാരനാശാൻ അവിടെയും പറഞ്ഞിരിക്കുന്നു, ഗുരുവാണ് എന്റെ ദൈവം. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങൾക്കാരാണ് ഗുരുദേവൻ? നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ളവരല്ലേ? നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഗുരുവിന്റെ ശിഷ്യനായ ബോധാനന്ദ സ്വാമികൾ രചിച്ച ഈശ്വര പ്രാർത്ഥനയിലെ ഒരു വരിയിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാലുപദ്രവം ഒരിക്കലും ഒന്നുകൊണ്ടും എന്നാലുമേൽ കരുത് ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സു ജഗസ്വരൂപ. അറിയാതെ പോലും എന്റെ സഹജീവിയെ ഉപദ്രവിക്കാൻ ഇടയാക്കരുത്. നന്നായി വരട്ടെ മമ
ഒരു വാക്യം കുറിച്ചിട്ടു. എന്താണത്? ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണത്. പിറക്കും ചുടുകാടുമേയും പരം പൊരുളാടു പാമ്പേ മണക്കും തുഴലഴകു പൂക്കുമാ കോമളമേനി കണ്ടാടു പാമ്പേ നാദത്തിലുണ്ടാം നമ ശിവായ പൊരുൾ ആദിയായുള്ളതെന്നാടു പാമ്പേ ആടു പാമ്പേ പൂന്നം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ കളിക്കുമെന്നാടു പാമ്പേ
ശരണ്യവിഭോ ഭവസങ്കടനാശന പാപി ശിവ കവി സന്തതി സന്തതരും തൊഴുമ ഭവനാടകനാടുമരും ഗുരുവേ ശിവശങ്കര ശരണ ശരണ്യവിഭോ ഭവസങ്കടനാശന പാപി ശിവ കവി സന്തതി സന്തതരും തൊഴുമ ഭവനാടകനാടുമരും ഗുരുവേ. See